So good evening എല്ലാവർക്കും. ഹോപ്പ് നിങ്ങളെല്ലാവരും ഫൈനാണ് വിചാരിക്കാം. നമുക്കിന്ന് സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ ക്ലാസ്സസ് തുടങ്ങി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെറിഡിറ്റി, മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്റി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു റിവിഷൻ ക്ലാസ് പോലെയാണ്. സോ ഹെറിഡിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഒരു ജനറ്റിക് ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഹെറിഡിറ്റി പ്രോസസ്സ്. അത് ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജനറ്റിക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹെറിഡിറ്റി, അതായത് ഈ ജനറ്റിക്സ് എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ബേസ് കൊണ്ടുവന്നത് ഗ്രിഹർ ജോൺ മെൻഡൽ ആണ്. ഓക്കെ, മെൻഡൽ ഈ ഫണ്ടമെന്റൽ ബേസ് കൊണ്ടുവരുന്ന മുന്നേ കുറെ സയന്റിസ്റ്റ് ജനറ്റിക്സിലും അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഡെവലപ്മെന്റിലും കുറെ വർക്ക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആയിട്ട് വരുന്നതാണ് ഈ പ്രീ മെൻഡേലിയൻ ജനറ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ്. അതിൽ ആദ്യമായിട്ട് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അരിസ്റ്റോട്ടിൽ പ്രൊപ്പോസ് ചെയ്ത തിയറി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. ആ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയിൽ അരിസ്റ്റോട്ടിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണ് ശരിക്കും ലിവിങ് ഓർഗാനിസം ഡെവലപ്പ് ആവുന്നത് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അപ്പോൾ ഇത് ഒബ്വിയസ്ലി നമുക്കിപ്പോൾ അറിയാം അത് സാധ്യമല്ല. മീൻസ് ലൈക്ക് ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഒരിക്കലും ഒരു ലിവിങ് ഓർഗാനിസം വരില്ല. ഫോർ എക്സാമ്പിൾ ഒരു ടേബിളിൽ നിന്ന് ഒരു ഹ്യൂമൻ വരില്ല, ഒരു ചെയറിൽ നിന്ന് ഒരു അനിമൽ ഡെവലപ്പായി വരില്ല. അപ്പോൾ അതെല്ലാം അരിസ്റ്റോട്ടലിന്റെ പൊട്ടത്തരമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറെ അതിൽ അഗെയിൻസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്കഷൻസ് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഡിസ്കഷൻസ് വരുമ്പോൾ ലൂയിസ് പാസ്ചർ, റെഡ്ഡിങ്സ്, പ്ലാൻസേനിയ ഇവരൊക്കെ ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് അത് ഡിസ്പ്രൂവ് ചെയ്തു. ഒരിക്കലും നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ലിവിങ് ഓർഗാനിസം വരില്ല എന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്തു. അത് ഫൈനലി ഡിസ്പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്ചർ ആണ്. സ്വാൻ നെക്ക് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് അത് ഡിസ്പ്രൂവ് ആക്കി. ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു റെഡ്ഡീസ്, പ്ലാൻസേനിയ, ടിൻഡൽ ഇവരൊക്കെ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അടുത്ത തിയറി ആയിട്ട് വന്നത് സ്വാമർഡാമും ബോണറ്റും ആണ്. ആ തിയറിയുടെ ആണ് റിഫോർമേഷൻ തിയറി എന്ന് പറയും. റിഫോർമേഷൻ തിയറിയിൽ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓർഗാനിസം ഫോം ആവുമ്പോൾ എഗ് ഉണ്ടാവും, സ്പേം ഉണ്ടാവും. അത് രണ്ടും ഫ്യൂസ് ആയിട്ടാണ് സൈഗോട്ട് ഫോം ആവുന്നത്. അപ്പോൾ ഈ എഗ്ഗിലോ അല്ലെങ്കിൽ സ്പേമിലോ ഒരു മിനിയേച്ചർ, ആ ഓർഗാനിസത്തിന്റെ മിനിയേച്ചർ ഉണ്ടാവും എന്നാണ് സ്വാമർഡാമും ബോണറ്റും പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മങ്കി എടുക്കുവാണെങ്കിൽ മങ്കീന്റെ സ്പേമിലോ അല്ലെങ്കിൽ മങ്കീന്റെ എഗ്ഗിലോ ഓൾറെഡി മങ്കി അങ്ങനെ ഫോം ആയിട്ടുണ്ടാവും. കൈ ഉണ്ടാവും, കാലുണ്ടാവും, കണ്ണുണ്ടാവും, അങ്ങനെ ഓൾറെഡി ഒരു മിനിയേച്ചർ ഫോം ആയിട്ടുണ്ടാവും. ആ മിനിയേച്ചർ ആണ് ഫെർദർ ഡെവലപ്പായി ഒരു ഓർഗാനിസം ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവര് പ്രപ്പോസ് ചെയ്തു. പക്ഷെ ഒബ്വിയസ്ലി സ്പേമിലോ അല്ലെങ്കിൽ എഗ്സിലോ അങ്ങനെ ഒരു മിനിയേച്ചർ ഇല്ല. അതിനൊരു സയന്റിഫിക് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് അത് അവിടെ വെച്ച് ഡിസ്പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് തിയറി ആയിട്ട് വന്നത് ഉൾഫാണ്. ഉൾഫ് കൊണ്ടുവന്ന തിയറിയാണ് എപ്പിജെനസിസ് തിയറി. എപ്പിജെനസിസ് തിയറി എന്ന് പറയുന്നത് ഇതിലാണ് സെൽസും ടിഷ്യൂസും ആ സമയം അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അപ്പൊ സെൽസ് ആൻഡ് ടിഷ്യൂസ് ബേസ് ചെയ്തിട്ട് ഈ തിയറീസ് എല്ലാം ഫോം ആവാൻ തുടങ്ങി. അപ്പൊ ഈ എപ്പിജെനസിസ് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെൽ ഉണ്ടാവും, അതായത് സൈഗോട്ട് ഫോം ആയിട്ട് സെൽ ഉണ്ടാവും, അൺഡിഫറൻഷിയേറ്റഡ് സെല്ലായിട്ട് ഉണ്ടാവും. ആ അൺഡിഫറൻഷിയേറ്റഡ് സെൽ ഡീനോവോ എനർജി ബേസ് ചെയ്തിട്ട്, അതായത് നമുക്ക് കിട്ടുന്ന എനർജി ബേസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ആയിട്ട് പിന്നെ ഓർഗൻസ് ഫോർമേഷൻ നടക്കും എന്നാണ് ഉൾഫ് പറഞ്ഞത്. അത് നോക്കുമ്പോൾ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ആണ്. ബിക്കോസ് ഒരു സെല്ല് ഫോം ആവും, സൈഗോട്ട് ഫോം ആവും, സൈഗോട്ടില് മൈറ്റോസിസ് നടക്കും, മൈറ്റോസിസ് നടന്നിട്ട് കണ്ടിന്യൂസ് ഡിവിഷൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഹാപ്പൻ ആവും. അതാണ് ശരിക്കുള്ള ഒരു ഗ്രോത്ത് പ്രോസസ്. മൈറ്റോസിസ് ആണ് റീസൺ. പക്ഷെ ഇവർ പറഞ്ഞത് എന്താണ്, ഡീനോവോ എനർജി ഉണ്ടാവും അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് എന്നാണ് അവർ പറഞ്ഞത്. സോ അവിടെ ഒരു സയന്റിഫിക് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഡിസപ്രൂവ് ആയി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാമാർക്ക്. ലാമാർക്ക് പറഞ്ഞത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഹോപ്പ് നിങ്ങൾ എല്ലാവർക്കും അത് അറിയാം ലാമാർക്കിസം എന്താണുള്ളത്.
അതായത് നമ്മുടെ ജനറേഷനിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ്സാവും എന്നാണ് ലാമാർക്കിസം പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അത് ഇപ്പോൾ റീസെന്റ് ലാമാർക്കിസം വീണ്ടും അവർ സയന്റിഫിക് കമ്മ്യൂണിറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ ഉണ്ട് എന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഡിസ്പ്രൂവ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് നല്ല സ്ട്രോങ് മസിൽസ് ഡെവലപ്പ് ചെയ്തു. സ്ട്രോങ് മസിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ആ കുട്ടികൾക്കും സ്ട്രോങ് മസിൽസ് ഉണ്ടാവണം എന്നില്ല. ബിക്കോസ് അത് അക്വയർഡ് ക്യാരക്ടറാണ്, എൻവിറോൺമെന്റ് ആണ് അതിന് റീസൺ. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ്സാവില്ല. ബിക്കോസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ്സാവണമെങ്കിൽ അത് ജനറ്റിക് ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഡിസ്പ്രൂവ് ചെയ്യാൻ വെയ്സ്മാൻ ഒരു എക്സ്പെരിമെന്റ് നടത്തി, ഫേമസ് എക്സ്പെരിമെന്റ് ടെയിൽ കട്ടിംഗ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഒരു 22 സക്സസീവ് ജനറേഷനിൽ മൈസിന്റെ ടെയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. അപ്പൊ കട്ട് ചെയ്ത മൈസിൽ നിന്ന് വരുന്ന പ്രോജനീസ് എല്ലാം ടെയിൽഡ് ആയിരുന്നു. അതായത് അപ്പൊ അവിടെ അക്വയർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ടെയിൽ കട്ടിംഗ് ആണ്, ആ കട്ടഡ് ടെയിലാണ്. ആ കട്ടഡ് ടെയിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ആയിട്ടില്ല. നെക്സ്റ്റ് ജനറേഷനിലുള്ള മൈസ് ടെയിൽഡ് കണ്ടീഷൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഡിസ്പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ അവിടെ ലാമാർക്കിസമും ഡിസ്പ്രൂവ് ആയി. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് വന്നത് ഡാർവിൻ ആണ്. ഡാർവിൻ കൊണ്ടുവന്നത് പാൻജെനസിസ് തിയറി. ഈ പാൻജെനസിസ് തിയറി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസ്, ഇപ്പൊ നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ഇപ്പൊ പ്ലാന്റ്സ് ആണെങ്കിൽ സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഓർഗൻസ് എല്ലാം ഫോം ആവാൻ വേണ്ടി ഓരോരോ ഓർഗന്റെയും ഇൻവിസിബിൾ കോപ്പി എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ഡാർവിൻ പറഞ്ഞത്. ഓരോരോ ഇൻവിസിബിൾ കോപ്പി എടുക്കും, സ്മോൾ ആയിരിക്കും ആ കോപ്പി ബ്ലഡ് സ്ട്രീംസിൽ പാസ്സായി ഗാമേറ്റ്സിലേക്ക് പോവും, ഗാമേറ്റ്സിൽ അങ്ങനെ അറേഞ്ച് ആവും. ജസ്റ്റ് തിങ്ക്, ഇങ്ങനെയൊക്കെയാണ് ഡാർവിൻ പറഞ്ഞത്. ഗാമേറ്റ്സിൽ അറേഞ്ച് ആവും, അത് സൈഗോട്ടിലേക്ക് പാസ്സാവും, സൈഗോട്ടിൽ നിന്ന് ആ ഓരോരോ കോപ്പിയും അങ്ങനെ എക്സ്പ്രസ് ആയി വരുന്നു. സോ ഓബ്വിയസ്ലി അത് തെറ്റാണ്, അതിന് ഒരു സയന്റിഫിക് ബേസ് ഇല്ല. ഓക്കെ, അത് ആ ഓരോരോ കോപ്പിനെയാണ് പുള്ളിക്കാരൻ ജെമ്യൂൾസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ആലോചിച്ച് നോക്കാം, നമുക്ക് കണ്ണിന് ഒരു ജെമ്യൂള്, കൈക്ക് ഒരു ജെമ്യൂള്, കാലിന് ഒരു ജെമ്യൂൾ, അങ്ങനെ ഓരോരോ ജെമ്യൂളും ബ്ലഡിൽ പാസ്സായി ഗാമേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അത് കൈയിന്റെ ജെമ്യൂള് കൈയായിട്ട് മാറും, കാലിന്റെ ജെമ്യൂൾ കാലായിട്ട് മാറും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോ എല്ലാ സയൻസും മനസ്സിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ ദറ്റ് ഇസ് റോങ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഡാർവിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ there was no scientific base, അതും സ്റ്റോപ്പ് ആയി. അവസാനം ലാസ്റ്റ് വെയ്സ്മാൻ ആണ് ഒരു ബ്രോഡ് ബേസ് ഉള്ള ഒരു പ്രൊപ്പോസലോ തിയറിയോ കൊണ്ടുവന്നു. ആ തിയറിയാണ് ജെർംപ്ലാസം തിയറി. ജെർംപ്ലാസം തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോരോ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിലും 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടാകും. ഫസ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് സൊമറ്റോപ്ലാസം, സെക്കൻഡ് എന്ന് പറയുന്നത് ജെർംപ്ലാസം. ഈ സൊമറ്റോപ്ലാസം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ കൺട്രോൾ ബോഡി സെൽസ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് കൺട്രോൾ ചെയ്യുന്ന സെൽസിനെയാണ് സൊമറ്റോപ്ലാസമും. പിന്നെ നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗാമറ്റിക് സെൽസിനെല്ലാം അവർ ജെർംപ്ലാസം എന്ന് പറഞ്ഞു. അപ്പൊ സൊമറ്റോപ്ലാസംസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബോഡിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനും വേണ്ടിയും, പിന്നെ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എനി ചേഞ്ചസ്, എന്തെങ്കിലും സൊമറ്റോപ്ലാസത്തിൽ വേരിയേഷൻസോ മ്യൂട്ടേഷൻസോ നടന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി പാസ്. മ്യൂട്ടേഷൻ അല്ല, വേരിയേഷൻസ്, എന്തെങ്കിലും വേരിയേഷൻസ് നടന്നാൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ആവില്ല. പക്ഷെ ഇത് ജെർംപ്ലാസത്തിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസോ വേരിയേഷൻസോ നടന്നാൽ ദാറ്റ് വിൽ ബി പാസ്ഡ് ടു നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് ജെർംപ്ലാസം തിയറി പറഞ്ഞത്. ഇറ്റ് വാസ് റൈറ്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ബട്ട് ഒരു അവിടെയും ഒരു സയന്റിഫിക് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബ്രോഡ് സെൻസിൽ ആ സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ബിഫോർ മെന്റലിസം വരുന്ന മുന്നേ ഉണ്ടായിരുന്ന തിയറീസും അതിൻ്റെ മീൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്താണുള്ളത്. ബിക്കോസ് ഹെറിഡിറ്റി എന്നുള്ള ടോപ്പിക് ഉണ്ട് ഇതിൽ. അപ്പൊ ഈ പ്രീ മെന്റലിയൻ ജെനറ്റിക്സും അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെയാണ് തിയറീസ്, പ്രീ മെന്റലിയൻ തിയറീസ്, ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ള തിയറീസ്. ഓക്കെ ആണോ?
നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. സോ നമ്മൾ നേരത്തെ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതാണ്, അതുകൊണ്ട് നിങ്ങളായിട്ട് ഇതിന്റെ ആൻസർ എല്ലാം പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെന്റൽ ബോർൺ, ഇയറും ഡേറ്റും മന്തും പറയാവോ ആരെങ്കിലും? മെന്റൽ ബോർൺ ഇൻ വിച്ച് ഇയർ, വിച്ച് ഡേറ്റ്? മൈക്ക് ഓൺ ആക്കി പറയാം. വെരി ഗുഡ്. ഓക്കെ, സോ മെന്റൽ ബോർൺ ഇൻ ജൂലൈ 20, 1822. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ അതായത് ഒരു 8 years ഓഫ് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് മെന്റൽ പബ്ലിഷ് ചെയ്തത്. മീൻസ് മെന്റലിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തത് 1866. അപ്പൊ 1866 മെന്റൽ പബ്ലിഷ് ചെയ്ത പേപ്പറിന്റെ ടൈറ്റിൽ അറിയാവോ? ദ ടൈറ്റിൽ ഓഫ് ദി പേപ്പർ? വെരി ഗുഡ്. എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ. ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജിലാണ് മെന്റൽ പേപ്പർ എഴുതിയത്. അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡ്. ഓക്കെ, എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷനും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. പിന്നെ 1900 റീഡിസ്കവറി ഓഫ് മെന്റൽ വന്നത്, വിച്ച് വാസ് ഡൺ ബൈ 3 scientists ഇൻഡിവിജ്വലി. സോ ആ 3 scientists ആരാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? So I just directly answer poem. It is Hugo de Vries from Holland, പിന്നെ Carl Correns from Germany, Heinrich Schemmark from Austria. ഈ 3 സയന്റിസ്റ്റും ഇൻഡിപെൻഡന്റ്ലി ആണ് റീഡിസ്കവറി ഓഫ് മെന്റൽ ചെയ്തത്. ഈ റീഡിസ്കവറി ഓഫ് മെന്റൽ ആണ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ജനറ്റിക്സിൽ. അത് കഴിഞ്ഞിട്ടാണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം ബാക്കിയുള്ള എല്ലാ ഓർഗാനിസത്തിലും എല്ലാവരും ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ ഒരു വാസ്റ്റ് ജനറ്റിക്സ് എന്നുള്ള ബ്രാഞ്ച് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് എക്സ്പെരിമെന്റ്സ് ഓഫ് മെന്റൽ എന്ന് പറയുന്നത് 8 years ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടാണ് ഫൈനലി ഹി ഫ്രെയിംഡ് ദാറ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പൊ 1856 to 1863 8 years ആണ് പീ പ്ലാന്റ്സിൽ എക്സ്പെരിമെന്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് മെന്റലിസം. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് മെന്റലിസത്തിലുള്ളതെന്ന്. സോ ഗ്രിഹൽ ജോൺ മെന്റൽ ആണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെന്റൽ വർക്ക് ചെയ്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്, ഗാർഡൻ പീ, പൈസം സട്ടൈവമാണ്. ഓക്കെ, സോ ഗാർഡൻ പീ ഉണ്ട്, വേറെ കുറെ മീൻസ് സ്വീറ്റ് പീ ഉണ്ട്. അപ്പോൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. ഗാർഡൻ പീ ആണ് മെന്റൽ വർക്ക് ചെയ്ത പ്ലാന്റ്, പൈസം സട്ടൈവമാണ് അതിന്റെ സയന്റിഫിക് ഇത്. ഓക്കെ, മെന്റൽ എത്ര ക്യാരക്ടേഴ്സ് ചെയ്തു എന്ന് വെച്ചാൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തത്. ഓക്കെ, ആ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എത്ര ക്രോമോസോമിലാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും പറയാവോ? ഹൗ മെനി ക്രോമോസോം ഗവേൺഡ് ദാറ്റ് 7 characters? വെരി ഗുഡ്. 4 chromosomes ആണ് ഗവൺ ചെയ്തത്. ക്രോമോസോം നമ്പർ 1, ക്രോമോസോം നമ്പർ 4, ക്രോമോസോം നമ്പർ 5 ആൻഡ് ക്രോമോസോം നമ്പർ 7. ഇതാണ് 4 chromosomes which governs that 7 characters. Okay, പിന്നെ true breeding line എന്ന് പറഞ്ഞാൽ what is meant by true breeding line? Word, because questions ൽ വരാം true breeding line, pure line, അല്ലെങ്കിൽ വേറെ വേറെ വേർഡ്സ് ഉണ്ട്. ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഹോമോസൈഗസ് ലൈൻ. വെരി ഗുഡ്, ഹോമോസൈഗസ് ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിൽ വരും ട്രൂ ബ്രീഡിംഗ് ലൈൻ ക്രോസ്ഡ് വിത്ത് റെസസീവ് പേരന്റ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് വെച്ചാൽ ഹോമോസൈഗസ് ലൈൻ ആണ്. ഓക്കെ, ഹോമോസൈഗസ് ലൈൻ എന്ന് പറയാം, പ്യോർ ലൈൻ എന്ന് പറയാം, സ്റ്റേബിൾ ആയിട്ട് വരുന്ന ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് മീൻസ് ഒരു ട്രൂ ബ്രീഡിംഗ് ലൈൻ ഉണ്ടെങ്കിൽ അതിലൊരു സ്റ്റേബിൾ ട്രയറ്റ് ഇൻഹെറിറ്റൻസ് ആണ് ഉണ്ടാകുന്നത്. ബിക്കോസ് അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാരക്ടർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോൾ എന്ന് എടുക്കുമ്പോൾ അവിടെ 2 കണ്ടീഷൻ ഉണ്ടാവാം. ക്യാപിറ്റൽ ടി ഉണ്ടാവാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാവാം. ഇപ്പൊ ക്യാപിറ്റൽ ടീനെയാണ് നമ്മൾ ട്രൂ ബ്രീഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാപിറ്റൽ ടി മാത്രം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻസിൽ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസും ടോൾ ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനിലാണ് ഉണ്ടെങ്കിൽ
അതെന്താവും നെക്സ്റ്റ് ജനറേഷനിൽ ചിലപ്പോൾ സെഗ്രിഗേറ്റ് ആയി ഡ്വാർഫും വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മെന്റലിസത്തിൽ പറഞ്ഞത് ട്രൂ ബ്രീഡിംഗ് ലൈൻ ആണെങ്കിൽ അവിടെ സ്റ്റേബിൾ ഇൻഹെറിറ്റൻസ് ഉണ്ടാവും, എക്സ്പ്രഷൻസ് സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് മെന്റൽ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഇതുണ്ട്, ഫീനോടൈപ്പ് ഉണ്ട്, ജീനോടൈപ്പ് ഉണ്ട്. ഓക്കെ, ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം, നമ്മൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെയാണ് ഫീനോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ പ്ലാന്റ് എങ്ങനെയാണ് കാണുന്നത്, അത് ടോൾ ആണോ, ഡ്വാർഫ് ആണോ, റെഡ് കളർ ഫ്ലവർ ആണോ, വൈറ്റ് കളർ ഫ്ലവർ ആണോ, ഇതൊക്കെ നമ്മൾ നേക്കഡ് ആയി വെച്ച് കാണുന്നുണ്ട്. ഓക്കെ, ആ കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ ഫീനോടൈപ്പിനെയും കൺട്രോൾ ചെയ്യാണ് ജീൻസ് ഉണ്ടാവും. ഓക്കെ, ആ ജീൻസ് എങ്ങനെയാണോ ഉള്ളത്, ഹോമോസൈഗസ് കണ്ടീഷനിലാണോ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണോ, ഡോമിനന്റ് കണ്ടീഷനിലാണോ, റെസസീവ് കണ്ടീഷനിലാണോ, ഇതെല്ലാം നോക്കുന്നതാണ് ജീനോടൈപ്പ്. ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓരോരോ ഇൻഡിവിജ്വലിലും ഒരു ജീൻ ഉണ്ടെങ്കിൽ ആ ജീനിൽ മോസ്റ്റ്ലി രണ്ട് അലീൽസ് ഉണ്ടാവും, ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ജീൻസ് ഉണ്ടാവും. അപ്പൊ ആ രണ്ട് അലീൽസും ഐഡന്റിക്കൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് പറയും, ഹോമോസൈഗസ് എന്ന് പറയും. അതേ നോൺ ഐഡന്റിക്കൽ അലീൽസ് ആണ്, ഇപ്പൊ ഇവിടെ ഓൾറെഡി എക്സാമ്പിൾ ക്യാപിറ്റൽ ടി ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽ എന്ന് പറയും, നോൺ ഐഡന്റിക്കൽ അലീൽ. ഓക്കെ, അപ്പോൾ അലീൽ എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീൻ. നെക്സ്റ്റ് ജീൻസ് എന്ന് പറയുന്നത് നേരത്തെ മെന്റൽ യൂസ് ചെയ്ത വേർഡാണ് ഫാക്ടേഴ്സ്. ഓക്കെ, ചിലപ്പോൾ ഫാക്ടേഴ്സ് എന്നും ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, അപ്പൊ കൺഫ്യൂസ് ആവാൻ പാടില്ല. ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീൻസിനെയാണ്. ഓക്കെ, സോ അത് ജീന് ടേം കോയിൻ ചെയ്തത് ആരാന്ന് അറിയാവോ? ദ ടേം ജീൻ വാസ് കോയിൻഡ് ബൈ വെരി ഗുഡ്, ജൊഹാൻസൺ ആണ് ജീൻസ് എന്ന് കോയിൻ ചെയ്തത്. അതിനു മുന്നേ നമ്മൾ യൂസ് ചെയ്ത വേർഡ്സ് എല്ലാം ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ, പിന്നെ heterozygous. In heterozygous, the recessive allele is unaltered but simply not expressed. See, ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഹെറ്ററോസൈഗസിലെ കണ്ടീഷനിൽ വരുമ്പോൾ റെസസീവ് അലീൽസിന് ഒരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, റിമൈൻ സെയിം, അത് അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്താവും, ഡോമിനന്റ് മാർക്ക് ചെയ്യും അതിന്റെ ക്യാരക്ടർ, അത്രയേ ഉള്ളൂ. അത് അല്ലാതെ ആ റെസസീവ് അലീലിലുള്ള ഒരു ജനറ്റിക് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും അവിടെ ചേഞ്ച് ആവില്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എക്സ്പ്രസ്ഡ്. ഓക്കെ, ഇത് ബേസ് ഒരു ലോ, ഇതാണ് മെയിൻ കോൺസെപ്റ്റ് ഓഫ് എ ലോ മെന്റൽ. ഏത് ലോന്റെയാണ്? അതായത് മെന്റൽ പ്രൊപ്പോസ് ചെയ്ത ലോയില് ഒരു ലോന്റെ മെയിൻ ഫാക്ടറാണ് ഈ സെന്റൻസ്, ഒരു മെയിൻ കോൺസെപ്റ്റ് തീം എന്ന് പറയാം. ഇൻ ഹെറ്ററോസൈഗസ് ദ റെസസീവ് allele is unaltered but not simply expressed. ഏത് ലോ ആണെന്ന് മനസ്സിലായോ? ഓക്കെ, ലോ ഓഫ് ഡോമിനൻസ്. ഈ അൺആൾട്ടേർഡ് വരുന്നത് ലോ ഓഫ് സെഗ്രിഗേഷനിലാണ്. ലോ ഓഫ് സെഗ്രിഗേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും, എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് alleles stays together without contaminating each other. ഓക്കെ, അവിടെ ഒരു കണ്ടാമിനേഷനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചസോ ഇല്ല, അവിടെ അൺആൾട്ടേർഡ് ആയിട്ട് അത് സിംപ്ലി നോട്ട് എക്സ്പ്രസ്ഡ് കണ്ടീഷനിൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് recessive trait is only expressed in homozygous condition. ഓക്കെ, ഈവൻ ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു റെസസീവ് ട്രൈറ്റ് നമുക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ആവണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ. പക്ഷെ ഡോമിനന്റ് ക്യാരക്ടർ ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നാലും എക്സ്പ്രസ് ആവും, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വന്നാലും എക്സ്പ്രസ് ആവും. ഓക്കെ, നെക്സ്റ്റ് മെന്റലിന്റെ സക്സസ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആണ്. ബിക്കോസ് ലാർജ് സാമ്പിൾ സൈസ് എടുത്തിട്ട് അതിന് മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരന് ആ സക്സസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ലാർജ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു റിവിഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഇമാസ്കുലേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ആന്തസ് ഫ്രം ഫ്ലവർ. ഓക്കെ, ഒരു നമ്മൾ ഒരു ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ, ഹാൻഡ് പോളിനേഷൻ ചെയ്യുമ്പോൾ ഒരു മെയിൽ പേരന്റ് ഉണ്ടാവും, ഫീമെയിൽ പേരന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഫീമെയിൽ പേരന്റ് ബൈസെക്ഷൽ ആണെങ്കിൽ അതിൽ മെയിൽ പാർട്സ് ഉണ്ടാവും, ഫീമെയിൽ പാർട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം,
ആ മെയിൽ പാർട്ടിനെ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. വൈ വി ആർ റിമൂവിങ്? ഇമാസ്കുലേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? Why we are removing that male part from female flower? Yeah, സെൽഫിങ് അവോയ്ഡ് ചെയ്യാനും പിന്നെ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. യെസ്, ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, അവിടെ ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. വാട്ട് ആർ ദ ജനറ്റിക് ഫാക്ടേഴ്സ് വേർ ഇമാസ്കുലേഷൻ ഇസ് നോട്ട് നീഡഡ്? അത് ബൈസെക്ഷൽ ആയിരിക്കാം, പക്ഷെ ആ സമയത്ത് നമുക്ക് ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ജനറ്റിക് ഫാക്ടേഴ്സ് ക്ലോസ്ഡ് അല്ല, ക്ലോസ്ഡ് കൗപ്പിയിൽ ക്ലോസ്ഡ് കണ്ടീഷൻ ആണ്, പക്ഷെ നമുക്ക് ഇമാസ്കുലേഷൻ ചെയ്യണം. വേറെ സെൽഫ് ഇൻകോമ്പാറ്റബിൾ ആയിരിക്കുമ്പോൾ. വെരി ഗുഡ്. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയും മെയിൽ സ്റ്റെറിലിറ്റിയും. ഓക്കെ, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയും മെയിൽ സ്റ്റെറിലിറ്റിയിലും മെയിലും ഉണ്ടാവാം, ബട്ട് ദേ ആർ നോൺ ഫങ്ഷണൽ. ഇപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയിൽ മെയിൽ ഫങ്ഷണൽ ആയിരിക്കും, ബട്ട് എബിലിറ്റി ഉണ്ടാവില്ല ടു ഫെർട്ടിലൈസ് ഇറ്റ്സ് ഓൺ സ്റ്റിഗ്മ. ആ പോളൻ ഗ്രെയിൻ ആ സ്റ്റിഗ്മയിലേക്ക് വീഴുവാണെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെന്റും പോളൻ ജെർമിനേഷനോ പോളൻ ട്യൂബ് ഗ്രോത്തോ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പൊ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഉള്ള സമയത്ത് നമുക്ക് ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. അതുപോലെയാണ് മെയിൽ സ്റ്റെറിലിറ്റി. മെയിൽ സ്റ്റെറിലിറ്റിയിലും നമുക്ക് ആന്തേഴ്സ് കാണും, പക്ഷെ ആ ആന്തേഴ്സിനുള്ളിലുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും ഫങ്ഷണൽ ആയിരിക്കില്ല, നോൺ ഫങ്ഷണൽ പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. ആ കണ്ടീഷനാണ് നമ്മൾ മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയിൽ സ്റ്റെറിലിറ്റി കണ്ടീഷൻ വരുമ്പോഴും നമുക്ക് ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇത് രണ്ട് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൽ സ്റ്റെറിലിറ്റിയും സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു മെൻഡേലിയൻ ജനറ്റിക്സ് ഫണ്ടമെന്റൽ ബേസ് ഫോർ ജനറ്റിക്സ് മെന്റൽ. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സും മെൻഡേലിയൻ ജനറ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനെയാണ് നമ്മൾ ഡീവിയേഷൻ ഓഫ് മെന്റലിസം എന്ന് പറഞ്ഞത്. ലൈക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, കോ ഡോമിനൻസ് ഉണ്ട്, ലിങ്കേജ് ഉണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്നില്ല. ഈവൻ ഹ്യൂമൻസിൽ നോക്കുമ്പോൾ സ്കിൻ കളർ, ഹൈറ്റ്, ഐ കളർ, ഇതൊന്നും മെന്റേലിയൻ ജനറ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് പ്യോർ ലൈൻസ്. അതായത് പ്യോർ ലൈൻസ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ലൈൻസ് ആണ്. അപ്പൊ ആ ഹോമോസൈഗസ് ലൈൻസിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വേരിയേഷൻ എൻവിറോൺമെന്റൽ ഇഫക്റ്റ് കാരണമാണ് എന്നുള്ള ഒരു സയന്റിഫിക് ബേസ് കൊണ്ടുവന്നത് ജൊഹാൻസൺ. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് വെറും ജീനോടൈപ്പ് മാത്രമല്ല എൻവിറോൺമെന്റും ഡിപ്പെൻഡന്റ് ആണെന്ന്. യൂഷ്വലി പോളിജനിക് ക്യാരക്ടേഴ്സ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും പോളിജനറ്റിക് ക്യാരക്ടേഴ്സിലും ഹൈ എൻവിറോൺമെന്റൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ അതിൽ ലെസ് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വെരി ലെസ്, ചിലപ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, ആ ഇഫക്റ്റ് എന്നാൽ നമുക്ക് ഫീനോട്ടിപ്പിക്കലി നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജൊഹാൻസൺ ആണ്. ഓക്കെ, പ്യോർ ലൈൻസ് എന്ന് പറയുമ്പോൾ വാട്ട് എവർ വേരിയേഷൻ കംസ് ഇൻ പ്യോർ ലൈൻ ദാറ്റ് ഇസ് ഡ്യൂ ടു എൻവിറോൺമെന്റ്. ഓക്കെ, ബിക്കോസ് പ്യോർ ലൈൻസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ദേ ആർ സിമിലർ, ദേ ആർ സെയിം. അപ്പൊ അവിടെ എനി വേരിയേഷൻ ഇറ്റ്സ് ഡ്യൂ ടു എൻവിറോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, മെന്റലിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ദർ ആർ 3 basic laws. Law of dominance ഉണ്ട്, law of segregation ഉണ്ട്, law of independent assortment ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ law of dominant is based on dash cross. അറിയാവോ? Law of dominance, it is based on which cross he proposed? Law of dominance is based on incomplete. No, incomplete dominance is extension of Mendelism. Mendelismത്തിന്റെ ഡീവിയേഷൻ ആണ്. മെൻഡൽ 2 ടൈപ്പ് ഓഫ് ക്രോസ് പഠിച്ചു. അതിൽ ഏത് ക്രോസ് വെച്ചിട്ടാണ്? വെരി ഗുഡ്, മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ബേസ്ഡ് ഓൺ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ഫ്രെയിം ആയത്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? What is mean by monohybrid cross?
സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, സിംഗിൾ പെയർ ഓഫ് അലീൽ. ഓക്കെ, മോർ ദൻ സിംഗിൾ ക്യാരക്ടർ എന്ന് പറയുന്നത് കാട്ടിലും സിംഗിൾ ജീൻ എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. ബിക്കോസ് സിംഗിൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ജീൻ ഇൻട്രാക്ഷൻസ് വരും. ജീൻ ഇൻട്രാക്ഷനും ഒറ്റ ക്യാരക്ടറാണ്, പക്ഷെ അവിടെ 2-3 ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റഡിങ് അബൌട്ട് സിംഗിൾ ജീൻ ഇൻഹെറിറ്റഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ സിംഗിൾ ജീൻ കൺട്രോളിങ് എ ട്രൈറ്റ്. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ ഇൻഹെറിറ്റൻസ് നമ്മൾ നോക്കുന്നതാണ് മോണോ ഹൈബ്രിഡ്. ഡൈഹൈബ്രിഡ് ആകുമ്പോൾ 2 ജീൻസ് കൺട്രോളിങ് 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, അതിന്റെ ഇൻഹെറിറ്റൻസ് നോക്കുന്നതാണ് ഡൈഹൈബ്രിഡ്. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് എന്താണ്? രണ്ട് കോൺട്രാസ്റ്റിംഗ് അലീൽസ്, അതായത് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും എല്ലാം ഹെട്രോസൈഗറ്റ് ഇൻഡിവിജ്വലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഒരു ഹെട്രോസൈഗറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ് അലീൽസ് ഉണ്ടാവും. ഡൊമിനന്റ് അലീൽ ഉണ്ടാവും, റെസസീവ് അലീൽ ഉണ്ടാവും. അതായത് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് അലീൽ. അതിൽ ഒരു അലീല് എക്സ്പ്രസ് ആവും, മറ്റേ അലീല് മാസ്ക്ഡ് ആയിരിക്കും. അപ്പൊ എക്സ്പ്രസ് ആവുന്ന അലീല് ഡോമിനന്റ് അലീലും മാസ്ക് ആയിട്ടുള്ള അലീല് റെസസീവ് അലീൽ എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷന്റെ വേറൊരു നിയമമാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ്. ബിക്കോസ് ഇറ്റ് റിമൈൻസ് പ്യുവർ. അവിടെ ഒരു കണ്ടാമിനേഷനോ അവിടെ ഒരു ബ്ലെൻഡിങ് ഇൻഹെറിറ്റൻസോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ദേ റിമൈൻസ് ടുഗദർ. അപ്പോൾ ഗാമെറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇറ്റ് വിൽ ഗോ ഫോർ ഡിഫറെന്റ് ഗാമെറ്റ്സ്. അപ്പോൾ 2 ഗാമെറ്റിലും വേറെ വേറെ അലീലായിരിക്കും ഇഫ് ഇറ്റ് ഇസ് ഇൻ ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇസ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചാണ് അത് പറയുന്നത്. നമ്മൾ 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എടുക്കും. ആ 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന്റെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഇസ് ഇൻഡിപെൻഡന്റ്ലി ഓവർ ദി അതർ. ഓക്കെ, ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് വിൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ ദി അനദർ ജീൻ. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നതും. എന്തെങ്കിലും ഡൗട്ട് എന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രോസസും റേഷ്യോസും ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്? എന്താണ് മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ? വെരി ഗുഡ്, 3:1. Yeah. മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1. ഇതൊക്കെയാണ് ബേസിക് റേഷ്യോസ്. പിന്നെ ഡൈഹൈബ്രിഡിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1. ഗുഡ്. ട്രൈഹൈബ്രിഡിന്റെയോ? അപ്പൊ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഓരോരു മോണോഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ്, ട്രൈഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3:1 ആണ്. ഇപ്പൊ 3:1 ഇൻറ്റു 3:1 ആണ് ഡൈഹൈബ്രിഡിന്റെ 9:3:3:1. ഇത് ട്രൈഹൈബ്രിഡിനെ ചോദിച്ചാൽ 3:1 ഇൻറ്റു 3:1 ഇൻറ്റു 3:1. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 27:9:9:9:1 അങ്ങനെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങാനും അങ്ങനെ ചോദിച്ചാൽ വാട്ട് ഇസ് ദ ട്രൈഹൈബ്രിഡ് റേഷ്യോ എന്ന് ചോദിച്ചാൽ 27:9:9:9 അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇൻ മെൻഡലിയൻ മോണോഹൈബ്രിഡ് ക്രോസ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. 3 എന്ന് പറയുന്നത് ഡോമിനന്റ് പാർട്ടും 1 ഇസ് റിസസീവ് പാർട്ട്. F2ന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. This is applicable only for Mendelian characters. Okay, ഇത് ഡീവിയേഷൻ ഓഫ് മെൻഡലിയൻ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഈ റേഷ്യോസ് മാറും. അങ്ങനെയാണ് നമ്മൾ ഈ ഡീവിയേഷൻസ് തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് ജീനോട്ടിപ്പിക് റേഷ്യോസ് എന്ന് പറയുന്നത് ഫീനോട്ടിപ്പിക് റേഷ്യോ ഫോർ ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1 ആണ്. ഓക്കെ, ടെസ്റ്റ് ക്രോസ്. എന്താണ് ടെസ്റ്റ് ക്രോസ്? വാട്ട് ഇസ് ടെസ്റ്റ്? ടെസ്റ്റ് ക്രോസ് എന്താണ്? ബാക്ക് ക്രോസ് എന്താണ്? ടെസ്റ്റ് ക്രോസ് F1 ഹൈബ്രിഡിനെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. വെരി ഗുഡ്. ബാക്ക് ക്രോസ് എന്താണ്?
ഓക്കെ, F1 ഹൈബ്രിഡിനെ ഏതെങ്കിലും പാരന്റ്സുമായിട്ട് ക്രോസ് ചെയ്യുന്ന ബാക്ക് ക്രോസ്. ഗുഡ് ഗുഡ്. ഓക്കെ, ആദ്യത്തെ ഒരു കമന്റ് ഇട്ടു FN ഇൻറ്റു റെക്കറന്റ് പാരന്റ്. ശരിക്കും റെക്കറന്റ് പാരന്റ് അല്ല, റെക്കറന്റ് എന്നല്ലേ ഉദ്ദേശിച്ചത്. REC എന്ന് പറയുമ്പോൾ റെക്കറന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അത് റെസസീവ് ആണെങ്കിൽ ഓക്കെ. റെക്കറന്റ് പാരന്റ് എന്ന് പറയുമ്പോൾ ഏതുമാവാം, പേരന്റ് എയും ആവാം പേരന്റ് ബിയും ആവാം, പക്ഷെ റെസസീവ് പാരന്റ് എന്നും പറയണം. ഓക്കെ, റെസസീവ് പാരന്റും ആയിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ജസ്റ്റ് ക്രോസ്. ഏതെങ്കിലും ഒരു പേരന്റും ആയിട്ട് നമ്മൾ FN ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബാക്ക് ക്രോസ്. ഓക്കെ, ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്, എന്തുണ്ട്, ഫോർ വാട്ട് വി ആർ ഡൂയിങ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്റെ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട്, അറിയാത്ത F1ന്റെ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ഹെറ്ററോസൈഗറ്റ് ആണ് ഒരു ഇൻഡിവിജ്വൽ ഉള്ളത്, ബട്ട് നമുക്ക് ഫിസിക്കലി ഫീനോട്ടിപ്പിക്കലി നോക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടോൾ എന്ന് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ടി ആവാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനിലും അത് ടോൾ എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്, ബട്ട് അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പൊ ആ ജീനോടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ ടെസ്റ്റ് ക്രോസ് ചെയ്യണം. ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും ജീനോടൈപ്പ്? എന്ത് സംഭവിക്കും അവിടെ? ഹെറ്ററോസൈഗസ് ആണെങ്കിൽ നിങ്ങൾ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ടെസ്റ്റ് ക്രോസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അത് ഹോമോസൈഗറ്റ് ആണോ ഹെറ്ററോസൈഗറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു FN ഇൻഡിവിജ്വൽ ഉണ്ട്, നിങ്ങൾ ടെസ്റ്റ് ക്രോസ് ചെയ്തു, ഓക്കെ ഗുഡ്, 1:1 റേഷ്യോ കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ബ്രോഡ് ഇതിൽ പറയുകയാണെങ്കിൽ ദ റെസസീവ് അലീൽ ഗെറ്റ്സ് എക്സ്പ്രസ്ഡ്. ഓക്കെ, റെസസീവ് അലീൽസ് എക്സ്പ്രസ് ആയാൽ അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സെഗ്രിഗേഷൻ നടക്കും. സെഗ്രിഗേഷൻ നടന്നാലും നമുക്ക് മനസ്സിലാക്കാം അത് ഹെറ്ററോസൈഗസ് കണ്ടീഷനിലായിരുന്നു എന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ജീനോടൈപ്പ് മനസ്സിലാക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ടെസ്റ്റ് ക്രോസ്. അതാണ് ഇവിടെ പറഞ്ഞത്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് FN ഇൻഡിവിജ്വൽ ക്രോസ്ഡ് വിത്ത് ഹോമോസൈഗസ് റെസസീവ് പാരന്റ്. FN എങ്ങനെയായിരിക്കും? അൺനോൺ ജീനോടൈപ്പ് ആയിരിക്കും. പിന്നെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ജീനോടൈപ്പ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓക്കെ, ബാക്ക് ക്രോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് FN progeny crossed with any of the parents. പിന്നെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുവാണെങ്കിൽ, സപ്പോസ് അത് മെന്റലിസം ലോ ഓഫ് ഡോമിനൻസ് ഫോളോ ചെയ്യുന്നില്ല, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലെങ്കിൽ കോ ഡോമിനൻസ് ആണെങ്കിൽ അതിന്റെ ജീനോടിപ്പിക്കും ഫീനോടിപ്പിക് റേഷ്യോസും സെയിം ആയിരിക്കും, 1:2:1 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.